ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മാലിനി. യഥാർത്ഥ പേരല്ല. എനിക്ക് 40-ന് മേൽ പ്രായമുണ്ട്. ഒരു പെൺകുട്ടിയാണ് എനിക്കുള്ളത്. എൻ്റെ ഭർത്താവ് 5 വർഷം മുമ്പ് മരിച്ചുപോയി. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലുമായി. ഭർത്താവിൻ്റെ മരണം അപ്രതീക്ഷിതമായൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് സ്ഥിരം ജോലി ഉണ്ടായിരുന്നു. ആ ജോലി എനിക്ക് കിട്ടി. എൻ്റെയും ഭർത്താവിൻ്റെയും വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷേ ആദ്യം മുതലേ അദ്ദേഹത്തിന് ആരോടും ഒന്നിനോടും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. എന്നാൽ സ്നേഹക്കുറവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ശമ്പളമെല്ലാം എന്നെ ഏൽപ്പിക്കും. നിൻ്റെ ഇഷ്ടത്തിന് നീ എന്താണെന്ന് വെച്ചാൽ ചിലവാക്കിക്കോളൂ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ പോലും എന്നെ ഒന്നും പറയാൻ അദ്ദേഹം സമ്മതിക്കില്ല. അധിക സ്നേഹമൊന്നും പ്രകടിപ്പിക്കില്ല. മിക്കവാറും TV കാണും, അല്ലെങ്കിൽ വായിക്കും. നല്ല ബുദ്ധിയൊക്കെയുള്ള ആളാണ്. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മനുഷ്യൻ്റെ ആദ്യത്തെ ആവശ്യമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ മാസത്തിൽ 10 ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് 2, 1, ചിലപ്പോൾ 4 അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ മൂഡനുസരിച്ച് മാറാൻ തുടങ്ങി. അങ്ങനെ ദാമ്പത്യത്തിൻ്റെ അവസാന നാളുകളായി കഴിഞ്ഞപ്പോഴേക്കും സത്യമായിട്ടും മാസത്തിലൊന്നൊന്നുമല്ല, ചിലപ്പോൾ 60 ദിവസം കൂടിയിരിക്കുമ്പോൾ 1 എന്നുള്ള നിലയിലായി. ഞാനതുമായിട്ട് പൊരുത്തപ്പെട്ടു. കാര്യം വഴക്കും വക്കാണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അവാർഡ് പണ സ്വഭാവത്തിന് മുന്നിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പണമൊക്കെ എൻ്റെ കയ്യിലാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പുള്ളി ഒന്നും തിരക്കാറുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്യും. പുള്ളി ജോലി ചെയ്യും. അത്ര മാത്രമേ ഉള്ളത് കൊണ്ട് വെറുതെ ജീവിതത്തെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. അങ്ങനെ മോൾ ജനിച്ചു കഴിഞ്ഞപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ജീവിതം. അദ്ദേഹത്തിന് മോളോടും ആവശ്യത്തിൽ കൂടുതലുള്ള സ്നേഹമൊന്നുമില്ല. വളരെ വ്യത്യസ്തമായൊരു കുടുംബമാണ് ഞങ്ങളുടേത് ഞാൻ ഓർക്കുമായിരുന്നു. എങ്കിലും പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ ദുഃഖിച്ചെങ്കിലും ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഞാനായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ബില്ലുകൾ മുതൽ പലചരക്ക് വരെ എല്ലാം ഞാനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മകൾ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവളും അതിൻ്റെ കൂട്ടത്തിൽ കൂടി. അങ്ങനെയായിരുന്നു ജീവിതം. പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ മകൾ ഒരാളുമായിട്ട് പ്രണയത്തിലായി. ടൗണിൽ ബിസിനസ് നടത്തുന്ന നല്ല പണമുള്ള ഒരാളുടെ മകനാണ്. അവൻ പുറകെ നടക്കുകയായിരുന്നു ഇവളെ കണ്ട്. എൻ്റെ മകൾ ഒരു സുന്ദരിയാണല്ലോ. അവനും നല്ല രസമുണ്ട് കാണാൻ. നല്ല സുന്ദരൻ ചെക്കനാണ്. ഒരു ദിവസം അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ഒരാൾ പുറകെ നടക്കുന്നു, പ്രപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ വലുതായിരുന്നെങ്കിൽ ഇങ്ങനൊരു സുന്ദര കുട്ടപ്പനെ അങ്ങ് സ്നേഹിച്ചേനെ വന്ന്. അത് കേട്ട് അമ്മ പ്രേമത്തിന് സമ്മതം തന്നെന്ന് പറഞ്ഞ് അവൾ പ്രേമിച്ചു. ഞാൻ പക്ഷേ വാർണിംഗ് ചെയ്തു, കറങ്ങി നടക്കരുത്, അനാവശ്യമായ ഒരു കാര്യത്തിനും പോകരുത്, പേർദോഷമുണ്ടാക്കരുതെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ. എന്തായാലും അതിനു മുമ്പ് അവൻ എത്ര നിർബന്ധിച്ചാലും എനിക്ക് ഒന്നുമില്ല, ഞാൻ അത് മൈൻഡ് ചെയ്യില്ല. അത് മാത്രമല്ല അവൻ അങ്ങനെ നിർബന്ധിക്കുന്ന ടൈപ്പൊന്നുമല്ല, നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. പിന്നീട് ചെക്കനും അവരുടെ വീട്ടുകാരും ഒക്കെ വന്ന് എന്നോട് സംസാരിച്ചു. ഭർത്താവില്ലാത്തൊരു സ്ത്രീയല്ലേ, എങ്കിലും എനിക്ക് സമൂഹത്തിൽ നല്ലൊരു വിലയുണ്ട്. കാര്യം ഭർത്താവിൻ്റെ ജോലി ഭർത്താവിനേക്കാൾ ഭംഗിയായി ഞാൻ ചെയ്യുന്നുണ്ട്. ഓഫീസിൽ എല്ലാവർക്കും എന്നോട് ബഹുമാനവുമുണ്ട്. അതുകൊണ്ട് അവർക്കും ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം അത് നടത്തിയത്. മോളുടെ ഇഷ്ടമല്ലേ, ഒരേ ഒരു മോളേ ഉള്ളൂ. രണ്ടാമതൊന്ന് ശ്രമിച്ചിട്ട് നടന്നിട്ടുമില്ല. ആകെയുള്ള കുഞ്ഞിനെ വിഷമിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് സുന്ദരനായൊരു ചെക്കനല്ലേ, പ്രശ്നമൊന്നുമില്ല, നല്ല ചുറ്റുപാടുമുണ്ട്. അങ്ങനെ കല്യാണം ജാം എന്നങ്ങ് കഴിഞ്ഞു. ഞാൻ വീട്ടിൽ തനിച്ചായി. അല്ലെങ്കിലും ഞാനത് പ്രതീക്ഷിച്ചതാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു എന്നറിയാവുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യത്തെ 3-4 മാസം 2 പേരും കൂടെ ഹണിമൂൺ യാത്രകളാണ്. കാശ്മീരിൽ പോകുന്നു, കുളിയമണാലിൽ പോകുന്നു, നേപ്പാളിൽ പോകുന്നു, വേറെങ്ങോ പോകുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെങ്ങുമില്ലാത്ത പ്രേമവും പ്രണയവുമായിട്ട് പോവുകയാണ്. അങ്ങനെ കാര്യങ്ങൾ ഒരു വഴിക്കെത്തി എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അവരുടെ ജീവിതം പ്രേമിച്ച് മുന്നോട്ട് പോകാമല്ലോ. എൻ്റെയും ഭർത്താവിനെ പോലെയുള്ള ജീവിതം മകൾക്ക് നല്ല തങ്കക്കുടം പോലൊരു പയ്യനെ കിട്ടി. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ കിട്ടിയില്ല. അവൾക്കെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത് സമാധാനിച്ചു. പക്ഷേ ആ സമാധാനം അസ്ഥാനത്തായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. സാധാരണ വരുന്ന പോലെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ അന്ന് അവൻ കൂടില്ല. എന്തേടി നിൻ്റെ ഭർത്താവ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, പുള്ളി ഒരു ടൂർ പോയിരിക്കുകയാണ്,
ടൂറോ? നിന്നെ കൂട്ടാതെ അവനിവിടെ പോകാനാണ്. അത് ബിസിനസ് ട്രിപ്പാണ്. ആ ശരി, അതുകൊണ്ട് ഞാനിനി ഒരാഴ്ച ഇവിടെ കാണുമെന്ന് പറഞ്ഞു. ഞാനും ഓർത്തു ഓക്കെ, നല്ല കാര്യമല്ലേ, എത്രയോ നാളെ ഇവിടെ വന്ന് നിന്നിട്ട്. പക്ഷേ 7 ദിവസമായിട്ടും ഇവൾ അനങ്ങുന്നില്ല. അവനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ അവസാനം അവളോട് ചോദിച്ചു, എന്താ പ്രശ്നം, അവനുമായിട്ട് നീ പിണങ്ങി വന്ന് നിൽക്കുന്നതാണോന്ന്. അപ്പോൾ അവനും എന്നെ വിളിച്ചില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് ഒട്ടും കിട്ടുന്നുമില്ല. അവസാനം അവൾ പറഞ്ഞു, ശരിയാകില്ല അമ്മേ, അയാളുമായിട്ട് ഞാൻ ഒത്തുപോകില്ലെന്ന്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഓ ഒരു പൊരുത്തമില്ല ഞങ്ങളുടെ സ്വഭാവം തമ്മിൽ നിന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വർഷം പ്രേമിച്ചതാണ്, ഇപ്പം എന്താ പൊരുത്തമില്ലാതായത്? അതിനൊക്കെ കാരണം അമ്മയാണെന്ന്. ഞാൻ ചോദിച്ചു, ഞാനെന്ത് കുറ്റം ചെയ്തു? ഞാൻ പറഞ്ഞു അവനെ പ്രേമിക്കണമെന്ന്. പ്രേമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. കഴിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം നിൻ്റെ ആവശ്യമായിരുന്നില്ലേ? നീയല്ലേ അവൻ്റെ പുറകെ പോയത്. അതുകൊണ്ട് നിൻ്റെ ജീവിതം നീ നോക്കണം. ഏത് ബന്ധത്തിലും പിണക്കം സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പിന്നെയും പറയുകയാണ്, അമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരിയെന്ന്. ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ ഭർത്താവിനെ ഞാൻ കയറി പ്രേമിച്ചോ, അതോ അവനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിത്തെറിച്ചു. ഓ, അമ്മ ഇനി അയാളെ പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും പ്രത്യേകിച്ച് ഒരു ഗുണവും അമ്മയ്ക്കും ഉണ്ടാകില്ലെന്ന്. ഞാൻ ചോദിച്ചു, നീ എന്താ ഈ പറഞ്ഞത്? എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയൂ, അല്ലാതെ വളച്ച് കെട്ടി മൂക്കി പിടിച്ചാൽ ഞാനങ്ങനെ അറിയുന്നത്. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അവിടെ അമ്മായിമ്മ പോരാണോ, അമ്മായച്ചൻ പോരാണോ, അതോ നിൻ്റെ ഭർത്താവിൻ്റെ കുഴപ്പമാണോ, അവന് വേറെ പ്രേമബന്ധമുണ്ടോ, എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറയടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മയാണ് ഇതിനെല്ലാം കാരണം. ഞാൻ പറഞ്ഞതേ തലക്കിട്ടി ഒരു വീക്ക് തരും, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, അമ്മേ ഞങ്ങൾ രണ്ടുപേരും പ്രേമം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? സൂക്ഷിച്ചും കണ്ട് നടക്കണം, അവൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും നീ കൂട്ടു നിൽക്കരുത്, ഒരിക്കലും തെറ്റുകൾ സംഭവിക്കരുത്, അവനിൽ നിന്ന് അത്തരം കാര്യങ്ങളിൽ അകന്നു മാറി നിൽക്കണം, കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ പാടുള്ളൂ എന്നല്ലേ? ഞാൻ പറഞ്ഞു, അതെ, അതിനെന്താ, ഒരമ്മ എങ്ങനെയല്ലേ മകളെ ഉപദേശിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഏതും തോട്ടത്തിൽ പോയി സാത്താൻ്റെ കനി കടിച്ച് ഭക്ഷിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പിന്നെയും പൊട്ടിത്തെറിച്ചു, അമ്മ എടുത്ത തീരുമാനവും എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഞാൻ അനുസരിച്ചത് കൊണ്ടാണ് ഈ ഒരു കാര്യമുണ്ടായത്. അയ്യോ, ഇതെന്ത് കൂത്ത്, നീ സത്യം അങ്ങ് പറ. അമ്മേ, കല്യാണത്തിന് അന്ന് രാത്രി ഞാൻ കാത്തിരുന്നത് വെറുതെയായി. എന്ത് വെറുതെയായെന്ന്? അമ്മേ, അങ്ങേർക്ക് ആ ഒരു രൂപവും സൗന്ദര്യവും പൊണ്ണത്തടിയും ഒക്കെ മാത്രമേ ഉള്ളൂ. എന്താ നീ പറഞ്ഞു വരുന്നത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആണത്തെന്ന് പറയുന്നത് ലവലേശമില്ല, ഒട്ടുമില്ല അമ്മേ. എനിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ദിവസം മുതൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങേർ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പോയി, കുളവും മണാലിയും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി അങ്ങേര് ആവും ഇത് ശ്രമിച്ചു. എന്തോ ധീരനായകനാണെന്നാണ് അങ്ങേരുടെ ഭാവം. പക്ഷേ ഇവിടെ യാതൊന്നും ഫീൽ ചെയ്യുന്നില്ല. അമ്മേ, ഈ പൂവാങ്കുരുന്നിലയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. മോളെ, അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അമ്മയ്ക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഭർത്താവിൻ്റെ അടിമയായി ജീവിച്ചൊരു സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാൻ പല പ്രതീക്ഷകളുമായിട്ടാണ് അവനെ പ്രേമിച്ചതും കല്യാണം കഴിച്ചതും. അമ്മ വിവാഹത്തിന് മുമ്പ് ഇതൊന്നും പറയാതിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ അടുത്തിടപഴകിയനെ. ആ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് അന്നേ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. എന്തൊരു സദാചാരമാണിത്! കല്യാണത്തിന് മുമ്പേ ഒന്നും അറിയാൻ പറ്റില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ പേര് അബദ്ധത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടേനെ. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെന്തോ പരീക്ഷണശാലയോ? അങ്ങനെയല്ല കല്യാണം നടക്കുന്നത്. നൂറ്റാണ്ടുകളായ നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല. നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കാര്യത്തിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഇവൾ കരുതുള്ളുകയാണ്. എൻ്റെ മകൾക്ക് എന്നേക്കാൾ ധൈര്യമുണ്ട്, തുറന്നു പറയാനുള്ള കഴിവുമുണ്ട്. സ്നേഹമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുള്ള ഭർത്താവിൻ്റെ കൂടെ അവൾക്ക് ജീവിക്കണ്ട. എനിക്കങ്ങനെയുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു. ഞാനും ഇത്തരം ധൈര്യമുള്ള ഒരാളായിരുന്നെങ്കിൽ എപ്പോഴേ എൻ്റെ ജീവിതം വിട്ടുപോയനെന്ന് ഞാനും ഓർത്തു. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് ധൈര്യമാണ്. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നിനക്കവരോട് സ്നേഹമില്ലേ? നീ ഇതൊക്കെ ഓർത്താണോ സ്നേഹിച്ചത്? നിനക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്തും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു പറ്റില്ലെന്ന്. അവസാനം ഞാൻ അവനെ ഒത്തിരി വിളിച്ചു കഴിഞ്ഞ് അവനുമായിട്ട് ഞാൻ സംസാരിച്ചു. അവൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു. അവൾ എന്നോട് വിശദമായിട്ട് പറഞ്ഞു, അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നിൻ്റെ പക്കൽ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. സാധാരണ ഒരാണിൻ്റെ ഫീച്ചേഴ്സ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അമ്മേ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു മോനെ, അവൾക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നാ അവൾ പറയുന്നെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവളുമായിട്ട് സംസാരിക്കാം. പിന്നെ ഇപ്പോൾ വൈദ്യശാസ്ത്രമൊക്കെ മെച്ചപ്പെട്ടില്ലേ, ഏതെങ്കിലും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഒന്ന് ആശ്വസിച്ചു. ഞാൻ മകളോട് പറഞ്ഞു, എടി നീ എന്തായാലും വർഷങ്ങളോളം സ്നേഹിച്ച വ്യക്തിയാണ്. അയാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നീ സഹിക്കില്ലേ? ഇതതുപോലല്ലോ, ഇതും അതുപോലെ തന്നെയാണ്. മനുഷ്യൻ്റെ പ്രത്യേകതകൾ പല രീതിയിലാണ്. അത് പാർട്ട്നേഴ്സ് ആയിക്കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് സഹിക്കണമെന്ന്. ഇത് പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും എനിക്കൊരു സംശയമുണ്ട്, നിനക്ക് അവനല്ലാതെ വേറെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അവൾ എന്നോട് പൊട്ടിത്തെറിച്ചു, ഓ ഇപ്പോൾ ഞാനായ കുറ്റക്കാരി, എന്തിനാണ് അമ്മ അയാളുടെ വക്കാലത്ത് പിടിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടി അവനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് സാധാരണ ഒരു ആണിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം അവനുണ്ടെന്നാണ്. നീ എന്താ വലുതായി പ്രതീക്ഷിക്കുന്നതെന്ന് അവനറിയില്ലെന്ന് പറഞ്ഞു. ആഹാ, സാധാരണ ആണിൻ്റെ ഫീച്ചേഴ്സോ? എനിക്ക് ഒന്നും തോന്നില്ലെന്ന്. അതാണ് എനിക്ക് സംശയം. എടി, സാധാരണ ഒരു കന്നിപ്പെണ്ണ് ഒന്നും അവൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ എന്തായാലും ആദ്യകാലങ്ങളിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഏതൊരു കന്നിപ്പെണ്ണിനും ഉണ്ടാകും. ഇനി കന്നിപ്പെണ്ണല്ലെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. കാര്യം ഓൾറെഡി വിശാലമായ ലോകമാണല്ലോ. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അതേടി, നിനക്ക് ഈ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവൻ അണ്ണാൻ കുഞ്ഞൊന്നുമല്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ ക്വാളിറ്റിയാണ് അവനുള്ളതെന്ന് നീ പറഞ്ഞാൽ തന്നെ എന്ത് തന്നെ ആയാലും ആദ്യത്തെ ഒരു സമയത്ത് അത് ഓക്കെ ആകേണ്ടതാണ്. പക്ഷേ നിനക്ക് ആദ്യം തൊട്ടേ ഓക്കെ അല്ല. അതിന് കാരണം നീ നേരത്തെ വിശാലമാക്കിയിരുന്നു. ആ വിശാലമാക്കാൻ നിനക്ക് വേറെന്തോ ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ കാമുകനുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിച്ചില്ല. പക്ഷേ അതല്ലാതെ നിനക്കെന്തോ ചുറ്റിക്കളി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്കിപ്പോൾ തോന്നുന്നത്, അല്ലാതെ അവൻ്റെ കുറ്റമല്ല. അവൻ തൊട്ട് തുടങ്ങിയിരുന്നെങ്കിൽ നീ ഒരിക്കൽ പോലും ഇതിലൊന്നും കുറ്റം പറയില്ലായിരുന്നു. ഇത് പക്ഷേ അതിനു മുമ്പേ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, സത്യം പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ എന്നെ ഓരോന്ന് പറയുകയും കണ്ണീര് പൊഴിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഞാൻ അതിൽ ഉറച്ചു നിന്നു. അവിടെ ഭർത്താവിനെ ഞാനിട്ട് കുറ്റം പറഞ്ഞതുമില്ല. അവസാനം അവൾ തുറന്ന് സമ്മതിച്ചു. കാര്യം, പഠിപ്പിക്കുന്ന സാറുമായിട്ട് അവൾക്ക് ഡിഗ്രി മുതൽ ബന്ധമുണ്ടായിരുന്നു. അയാൾക്ക് 40-45 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളതാണ്. പക്ഷേ കണ്ടാൽ സുന്ദരനാണ്. അതുമാത്രമല്ല അവൾ എന്തോ കണ്ടു മോഹിച്ചു പോയെന്ന്. അങ്ങേരാണെങ്കിൽ ഇത്തരം അവസരങ്ങൾ മുതലാക്കുന്ന ഒരുത്തനുമായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമവും ഒന്നുമല്ല, ഒരു ദാഹവും മോഹവും. അത് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു. പല പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഇവളെയും അയാൾ സ്വീകരിച്ചു. പക്ഷേ ഇവൾക്ക് ഇത്തിരി ഉയർന്ന ഡോസ് മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അയാൾ കുറേ നാൾ ഇവളെ കൂടെ നിർത്തി. അങ്ങനെ ഞാനറിയാതെ പകൽ സമയങ്ങളിൽ അയാൾ താമസിക്കുന്നിടത്ത് ഇവൾ പോകാറുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനൊരു മനുഷ്യനാണ്. പിന്നെ അവൾ പറഞ്ഞത് ഒത്തിരി പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ അയാളുടെ കൂടെ ഇത്രയും അധികം ദിവസം അല്ലെങ്കിൽ ഇത്രയും വട്ടം കഴിഞ്ഞൊരു പെണ്ണിന് എന്തായാലും വിശാലമായൊരു ഹൃത്തടം ഉണ്ടാകില്ലേ മാഡം? അതുകൊണ്ടാണ് അവൾക്കിത് ഫീലായതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഒരിക്കലും നീ നിൻ്റെ ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവനൊരു മനുഷ്യനാണ്. അവൻ അവൻ്റെ രീതിയിൽ മുന്നോട്ട് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു അനുകൂലത്തെ ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല. നിന്നെ കിട്ടിയ അവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. ഇനിയിപ്പം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വേറൊരു കല്യാണം നോക്കാം എന്നൊക്കെ എൻ്റെ മകൾ പറഞ്ഞു. അവൾ ഒരു പൊട്ടിപ്പെണ്ണാണെന്നും എടുത്തുചാട്ടക്കാരിയാണെന്നും അഹങ്കാരിയാണെന്നും എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റി. അവനാണെങ്കിൽ ഒരു പാവവുമാണ്. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഡോക്ടറെ കാണാം, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എറണാകുളത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അത് വലിയൊരു ഹോസ്പിറ്റലാണ്. അവിടെ സർജറിയൊക്കെ ചെയ്യും. അങ്ങനെ എൻ്റെ മരുമകനെ ഞാനും നിർബന്ധിച്ചു, പോട്ടെ, അവളുടെ ഇഷ്ടത്തിന് നീ നിൽക്കൂ, നിനക്ക് അവളെ ജീവനല്ലേ, അവൾ പിടിവാശിക്കാരിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതിച്ചു. അങ്ങനെ സർജറിക്ക് പോയി വിധേയനായി. കുറച്ചൊക്കെ ഒന്ന് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എങ്കിലും നല്ല കരുത്തുറ്റ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ ശസ്ത്രക്രിയ കഴിഞ്ഞു. അത് ഏകദേശമൊക്കെ റെഡിയായി വരാൻ 3 മാസം എടുത്തു മാഡം. അവൻ ശരിക്കും ഒരു പൊട്ടനാണെന്നും ഇവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിരിക്കുകയാണെന്നും ഇവൾക്ക് അടിമയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവൾ എന്ത് പറഞ്ഞാലും അതേപോലെ ചെയ്യും. ഇവളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ എന്തിനും തയ്യാറായിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണ് മാഡം അങ്ങനൊരു ഭർത്താവിനെ കിട്ടാൻ. എൻ്റെ മകളോട് ഞാനത് പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവളൊരു പൊട്ടിയാണ്,
തേങ്ങാക്കുലയെ നോക്കി നടക്കുന്നു. എന്തായാലും സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് വഴിക്കായി. അവൾക്ക് ഓക്കെ എന്നുള്ള നിലയിലായി. പക്ഷേ ഡോക്ടർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ മകൾക്കായിരുന്നു ശരിക്കും സർജറി വേണ്ടത്, വിശാലമായതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാൻ. പക്ഷേ അവൾക്ക് സമ്മതമല്ല. കാര്യം അപ്പോൾ ഭർത്താവ് അറിയില്ലേ അവളുടെ തനി ഗുണം, അതുകൊണ്ട് അവനെ ബലിയാടാക്കി. അതും എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധമായിരുന്നു. എൻ്റെ മകൾ എങ്ങനെയാണ് ഇങ്ങനെയായതെന്ന് എനിക്കറിയില്ല. നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു വളർത്തിയാണ്. പ്രേമബന്ധം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ ഉപദേശിച്ചു, അത് അക്ഷരപ്രതി അനുസരിച്ചു. പക്ഷേ പ്രൊഫസറുമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ കാര്യം അമ്മയ്ക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവൾ അർമാദിച്ചു. അതറിഞ്ഞെങ്കിലല്ലേ എനിക്ക് ഉപദേശം കൊടുക്കാൻ പറ്റൂ. ഈ പെണ്ണിന് ശരിക്കും നല്ല വട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യാനാണ്, പെറ്റമ്മയായി പോയില്ലേ. അങ്ങനെ അവനുമായിട്ട് പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് സന്തോഷ വാർത്ത അറിഞ്ഞത്. അവൾ ഗർഭിണിയാണ്. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും കലങ്ങിത്തെളിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, അമ്മ എറണാകുളത്തേക്ക് വരുന്നു എൻ്റെ കൂടെ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നു. കാര്യം എനിക്ക് ലുലു മാളിലൊക്കെ ഒന്ന് കയറി ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട്, ഒത്തിരി നാളായി പോയിട്ട്. അപ്പോൾ മോളും എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, പക്ഷേ എനിക്ക് കുറേ മറ്റേണിറ്റി ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണം. അമ്മ അവിടെ പോയിട്ട് സ്റ്റോറിൽ കയറിയിട്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ, അവൾക്ക് ഒത്തിരി ആവശ്യമുണ്ട്, എല്ലാം വാങ്ങിക്കാം എന്ന് വിചാരിച്ച് അവൻ്റെ കൂടെ ഞാൻ കയറി കാറിൽ പോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓരോന്നും സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയുള്ള ഒരു വിഷയം വന്നു. അവൻ പറഞ്ഞു, ആ ഡോക്ടർ ഒന്ന് കയറി കാണാം, ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും അവൻ്റെ കൂടെ പോയി. എല്ലാ കാര്യങ്ങളും എനിക്കറിയാമല്ലോ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമ്മയുടെ മകൾക്ക് ഇതുവരെയും ഒരു തൃപ്തിയുമായിട്ടില്ല, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ കൂടെ നിൽക്കുന്നു എന്നാണ് അവൾ പറയുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നുമോനെ, എന്ത് ചെയ്യാനാണ്, നിങ്ങളുടെ പ്രേമം ആദ്യം മുതൽ എന്തൊക്കെയോ അനുകൂലതകളുണ്ട്. ശരിക്കും ഞാനാണ് കാരണക്കാരി എന്നാണ് അവൾ പറഞ്ഞത്. മുൻപേ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഞാൻ അനുമതി നൽകിയിരുന്നെങ്കിൽ നിൻ്റെ കൂടെ അവൾ വരില്ലായിരുന്നു എന്ന് വരെ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അമ്മേ, യഥാർത്ഥത്തിൽ എനിക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമാണോന്ന് അറിയില്ല. ഇവളെ മാത്രമേ ഞാൻ അറിയൂ. ഈ ഒരു പെണ്ണോട് മാത്രമേ എനിക്ക് പ്രേമം തോന്നിയിട്ടുള്ളൂ, മറ്റാരോടും ഇല്ല. മറ്റൊരു സ്ത്രീയാണ് ശരിക്കും എന്നെ വിലയിരുത്തേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ അതിന് മനസ്സും വരില്ല. അത് അവളോട് കാണിക്കുന്ന തെറ്റല്ലേ എന്ന് ചോദിച്ചു. ഇവനെന്തായാലും പ്രൊഫസറുമായിട്ടുള്ള ഇവളുടെ ബന്ധമൊന്നും അറിയുകയില്ല, ഇവനൊരു പഞ്ചപാവമാണല്ലോ എന്നോർത്തു. പക്ഷേ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ എൻ്റെ മകളോട് എനിക്കങ്ങ് ദേഷ്യം കയറി. അവളെ ഞാൻ എന്തൊക്കെയോ അവൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു. അവസാനം എൻ്റെ വായിൽ നിന്ന് അരുതാത്തത് വരികയും ചെയ്തു. എടാ, നിൻ്റെ കുറ്റമല്ലെന്നും എല്ലാം അവളാണ് കാരണക്കാരി എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവനോടുള്ള സ്നേഹവും വാത്സല്യവും മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥത്തിലുള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അറിയാതെ എൻ്റെ മകൾക്ക് ഞാൻ പാര വെച്ചു. അവൾ ഇങ്ങനെ വിശാല മനസ്കയായതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഞെട്ടിപ്പോയി. ഞാൻ എത്ര തടുത്തിട്ടും അവൻ നിന്നില്ല. അവളെ ഫോൺ വിളിച്ച് ശരിക്കും നിൻ്റെ കാര്യങ്ങൾ അമ്മയിൽ നിന്ന് അറിഞ്ഞടി എന്ന് പറഞ്ഞിട്ട് അവളോട് വഴക്കുണ്ടാക്കി. മാഡം, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് തന്നെ അവർ അടിച്ചു പിരിയും എന്നുള്ള രീതിയിലായി. സാധനങ്ങളൊന്നും വാങ്ങാതെ തിരിച്ചു വന്നു മാഡം. അവസാനം വീട്ടിൽ വന്ന് വലിയ വഴക്കും വക്കാണവുമായി. എന്തു പറയണമെന്നറിയില്ല. ഞാൻ തെറ്റുകാരിയായി. എൻ്റെ മോളുടെ ജീവിതം ഞാൻ തന്നെ നശിപ്പിച്ചു എന്ന് അവൾ പറഞ്ഞു. ഞാനും പറഞ്ഞു പോയി. എങ്ങനെയാ നിമിഷത്തിൽ പറഞ്ഞെന്ന് എനിക്കും അറിയില്ല മാഡം, എൻ്റെ തെറ്റാണ്. അവസാനം അവൾ പറഞ്ഞു, ശരി എങ്കിൽ എല്ലാം കലങ്ങി തെളിയട്ടെ, അമ്മയും മരുമകനും കൂടി ഒരു ജീവിതം അങ്ങ് തുടങ്ങൂ. എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ മുന്നോട്ട് പോകണം. സാർ ഇപ്പോഴും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും അറിഞ്ഞല്ലോ, നിങ്ങളെനിക്ക് വിവാഹമോചനം തരണമെന്ന് പറഞ്ഞു. അവനാണെങ്കിൽ വിവാഹമോചനം കൊടുക്കില്ല. അവസാനം അവൾ അവനോട് മിണ്ടാതായി. ഞാനാണ് അവനോട് എന്നും സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൾ നിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കില്ല, അവളെ അവളുടെ ഇഷ്ടത്തിന് വിടാനെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കാര്യം പിന്നെ ആര് നോക്കും? എനിക്ക് അവളോടാണ് ഇഷ്ടം, അമ്മ എൻ്റെ കാര്യം നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനല്ലേ കുറ്റക്കാരി, ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, അപ്പോൾ ഞാൻ നിന്നെ നോക്കും, നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്കും അവനോട് പറഞ്ഞ് ഒത്തിരി അടുപ്പമായിരുന്നു.
വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകളോട് ഞാനിത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എന്ത് കുന്തം വേണമെങ്കിലും കാണിച്ചു, എൻ്റെ ഭർത്താവിനെ ആര് സ്വന്തമാക്കിയാൽ എനിക്കൊന്നുമില്ല. എനിക്ക് ഭർത്താവെന്ന് പറഞ്ഞ് പേരിൽ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ എൻ്റെ ലക്ഷ്യം വേറെയാണ്. എനിക്ക് പ്രൊഫസറും അതേപോലെ കുറച്ച് ആളുകളും എൻ്റെ ജീവിതത്തിൽ വേണം. എനിക്ക് വയ്യ ഇങ്ങനെ വിശ്വസ്തയായിട്ട് ജീവിക്കാൻ. ഒരു കുട്ടിയുണ്ടായി, ഒരു ഭർത്താവുമുണ്ട്, കുടുംബം പോലെ ജീവിക്കാം, സമൂഹത്തിന് മുന്നിൽ ഒരു മറ, അത്രയേ ഉള്ളൂ. നിങ്ങളായി നിങ്ങളുടെ പാടായി. എനിക്ക് എൻ്റെ പ്രൊഫസറെ പോലുള്ള 1-2 പേരെ വെറുതെ വിടാൻ പറ്റില്ല. അവരെ എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവളുടെ ക്രയവിക്രയങ്ങൾ ഒന്നിൽ നിന്നതല്ലെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെന്ത് ചെയ്യാനാണ്? അവനാണെങ്കിൽ വീട്ടിലൊന്നും പറഞ്ഞ് ഈ ബന്ധം ഒഴിയാനും പറ്റില്ല. അത്രയ്ക്ക് നാണക്കേടാണ്. അവളോട് അവന് ഇഷ്ടവുമുണ്ട്. അവൾ അവോയ്ഡ് ചെയ്ത് മുറിക്കകത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് അവിടെ ഇരുന്ന് എൻ്റെ ബെഡ്റൂമിലിരുന്ന് കുറേ സംസാരിച്ചു. അവനെ ഞാൻ തഴുകി തലോടി ആശ്വസിപ്പിച്ചു. ഏതോ ഒരു നിമിഷത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ മറന്നുപോയി മാഡം. ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ അവൻ എന്നോട് A to Z കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിൻ്റെ വാതിലുകൾ മലർക്ക തുറക്കേണ്ടി വന്നു. അതിൽ അതിഥിയായി അവൻ നുഴഞ്ഞു കയറിയതല്ല, വിശാലമായൊരു അതിഥിയായി അവൻ കടന്നു വന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. മകൾ പറയുന്ന ഒരു കംപ്ലൈൻറ്റും അവനില്ല. എനിക്കവൻ ഓക്കെയാണ്. എൻ്റെ ഭർത്താവിനേക്കാൾ അവൻ മികച്ചവനാണ്. ഇപ്പോഴെനിക്കവൻ പെർഫെക്റ്റുമാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാം സ്മൂത്താണ്. പക്ഷേ ഇവളെന്താണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ രണ്ടാമതൊരു പുരുഷനെ എനിക്കറിയില്ലായിരിക്കാം. അവൾക്ക് രണ്ടാമതും മൂന്നാമതും നാലാമതൊരു പുരുഷനെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം. എനിക്ക് എൻ്റെ ഭർത്താവിനെയും ഇവനെയും മാത്രമല്ലേ അറിയുകയുള്ളൂ. എൻ്റെ കാര്യത്തിൽ എല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ റൂമിൽ ഞങ്ങളുടെ ജീവിതം ജീവിച്ചു പോകുന്നു. അവൾക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ല. പ്രസവിക്കാൻ അവൾ തയ്യാറാണ്. കുഞ്ഞിനെ ഉപേക്ഷിക്കാനൊന്നും അവൾക്ക് വയ്യതാനും. കുഞ്ഞ് വേണം. അത് കഴിയുമ്പോഴേക്കും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് ജീവിക്കണം. ഭർത്താവും കുഞ്ഞും ഉണ്ട് എന്നുള്ളൊരു പേര് വേണം. പിന്നെ ഞങ്ങൾ അവൾക്ക് സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് അവളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ വളരെ വിചിത്രമായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരുമാണ് പെർഫെക്റ്റ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ അവളുടെ ലോകത്താണ്. അവളോട് ഞങ്ങൾക്കിപ്പോൾ വെറുപ്പില്ല മാഡം. ഞങ്ങൾ രണ്ടുപേരും സ്നേഹം ഓരോ ദിവസം കൂടിക്കൂടി വരുന്നുണ്ട്. സമൂഹത്തിന് മുന്നിൽ ഇതൊന്നും ആർക്കും അറിയില്ലെങ്കിലും ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ കാര്യത്തിൽ. എൻ്റെ മകൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കിയത് എനിക്ക് ഗുണമായി ഭവിച്ചു. അങ്ങനെ രഹസ്യമായൊരു ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മാഡത്തിന് ഞാൻ രഹസ്യപ്പേരിൽ ഈ ഒരു മെയിൽ അയക്കുന്നത്. മാഡം ഇതൊന്ന് വായിക്കണം. ശരിക്കും ചില പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണരുത്. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് തുടക്കമായിരിക്കും എന്നാണ് ഈ ഒരു പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അനുകൂലിക്കാവുന്നൊരു സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ടും ഈ പറഞ്ഞതുപോലെ സ്വയം അവർ സംതൃപ്തയാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ടും ഇതൊരു കഥയായിട്ട് വായിക്കാൻ നമുക്ക് മെയിൽ അയച്ചിട്ടുള്ളത് കൊണ്ടും അത് വായിക്കുക എന്നുള്ളതല്ലാതെ ഞാനിതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും പറയുന്നില്ല. ഓരോരുത്തരുടെ ജീവിതം അവരവരുടെ റിസ്ക്കാണ്. പിന്നെ നമുക്ക് ഓരോ കഥകളും ഓരോ കണ്ടൻറ്റാണ് വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നല്ലതും ചീത്തയുമൊക്കെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ.